വലിയൊരു നൊസ്റ്റാൾജി ഉണ്ട്. അതായത് 18 വർഷം മുമ്പ് മിമിക്സ് ആക്ഷൻ 500 എന്ന സിനിമയിൽ ഫസ്റ്റ് സിനിമയിൽ അന്ന് ഇവിടെയായിരുന്നു ഷൂട്ടിംഗ്. ഒരു 7 ദിവസം നമ്മുടെ നരേന്ദ്രപ്രസാദ് സാറല്ലേ, അപ്പോൾ അദ്ദേഹം അതിനകത്തൊരു വലിയ തമ്പുരാനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ മൂപ്പരുടെ ഈ കൊട്ടാരത്തിൽ ഞങ്ങൾ വരുന്നതായിട്ടാണ് ഒരു ഭയങ്കര, ഞാൻ ആദ്യമായിട്ടാണ് അന്ന് എന്താ പറയുക ഇത് കാണുന്നത്. അന്ന് ഞങ്ങൾ ഒരു കുറേ പേരുണ്ട്, അബീക്ക, ഞാൻ, ജോർജ് ചേട്ടൻ, നാരായണൻകുട്ടി, താരങ്ങൾ അഭിനയിച്ച തീർച്ചയായിട്ടും ഭയങ്കര സാർ. ഞങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുകയും തമാശ പറയും, ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിരിക്കട്ടെ, എത്ര വർഷമായി ഇപ്പം? ഞാൻ ഈ ഫീൽഡിൽ പ്രൊഫഷണലാക്കിയിട്ട് 20 ഇയേഴ്സായി, അല്ലാതെ 30 വർഷത്തോളം ആയിട്ടുണ്ട് മാജിക് ഫീൽഡ്. അത് ശരി. ഞാനിപ്പോൾ ഏതാണ്ട് 25 വർഷമാകുകയാണ് അടുത്ത വർഷം മിമിക്രിയിൽ. ഇങ്ങനെ കേട്ടു ഒരു സൂചന കേട്ടു. സെലിബ്രേറ്റ് ചെയ്യണ്ടേ നമുക്ക്? സാധാരണ മരിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ മൊബൈൽ മോർച്ചറി വെക്കുന്നത്. ഇത് ജീവിച്ചിരിക്കുമ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ഒരാൾ മൊബൈൽ മോർച്ചറി കിടന്നത് സാമറായിട്ടായിരിക്കും. എനിക്ക് അതൊന്നും അറിയണം, എനിക്കിനി പരീക്ഷിക്കാൻ വയ്യ. എന്തായിരിക്കും ആ അവസ്ഥ? എന്തായിരിക്കും സത്യത്തിൽ ഞാനത് ഭയങ്കര ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നത്. ഇത് മാത്രം ഒരു വാശി കയറിയും കിടന്നാണ്. അറിയാമല്ലോ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ. ഏത് മോഹൻലാൽ ഫയർ എസ്കേപ്പ് ചെയ്യരുത്, അത് ആപത്താണ് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, ഭയങ്കരമായിട്ട് വിളിച്ചു പറഞ്ഞു. പക്ഷേ ആരും ചെവി കൊള്ളുന്നില്ല. അതിലെന്താ കുഴപ്പമില്ല, പക്ഷേ ഞാൻ പറയുന്നത് ആപത്താണ് എന്ന് മുറവിളി കൂട്ടുകയാണ് ചെയ്തത്. ആരും ഇതിപ്പോൾ ഞാൻ എൻ്റെ ലാലേട്ടനെ രക്ഷിക്കണം, എനിക്കിഷ്ടപ്പെട്ട എൻ്റെ താരമാണ്, ലാലേട്ടൻ്റെ ഫാൻസിനെ പിടിച്ചെടുത്തു എന്നിട്ട് ഞാനത് കയറിക്കിടന്നു. പക്ഷേ സംഭവം ഇതാണ്, ആദ്യം ഒരു രസം, ആദ്യം ഒരു തണുപ്പ് ഒക്കെ നല്ല രസമായിരുന്നു. വെളിയിലൊക്കെ ഭയങ്കര ചൂടും, ഇതിനകത്ത് ജസ്റ്റ് തണുപ്പ്, നല്ല രസമായിട്ട് തോന്നി. പിന്നീട് നോക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തോ ഒരു കോമയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. കാരണം എന്താ സംഭവിച്ചത്? ഇതിന് എനിക്ക് തോന്നുന്നു, എൻ്റെ കണക്ക് ഇത് ഞാൻ കേട്ടത് ശരിയെങ്കിൽ കാർബൺ മോണോക്സൈഡ് എന്നോ ഏതാണ്ടൊരു വിഷവാതം ഉണ്ട് അതിനകത്ത്. ഇത് സാധാരണ ശവമല്ല കിടക്കുന്നത്, എന്നിട്ട് അവർക്കത് പ്രശ്നമല്ല. ഒരു ജീവനുള്ള ഒരാൾ കിടക്കാൻ വേണ്ടി അല്ലല്ലോ ഇത് ഉണ്ടാക്കിയത്. ഇത് ലീക്കാവുന്നുണ്ട്. ഇത് ലീക്കായി ഞാനൊരു അബോധാവസ്ഥ ഒരു ലെവലിലേക്ക് അങ്ങ് പോവുകയാണ്. ഇത് പറയാൻ പറ്റുമോ? ദേഹം മുഴുക്കെ റീത്തുകളാണ് വെച്ച് അമുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭാഗ്യത്തിന് എത്ര മിനിറ്റ് കിടന്നു ശരിക്കും പറഞ്ഞാൽ? ഞാൻ ശരിക്കും ഒരു 15 മിനിറ്റോളം കിടന്നു. ഒരു 10 മിനിറ്റോളം കിടന്ന് നേരം തന്നെ വെക്കേണ്ട വന്നേനെ. അച്യുമാമനാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അച്യുതാനന്ദൻ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും. ഞങ്ങളുടെ സഹാവ് ഇങ്ങനെ വരികയാണ്. അപ്പം ആകെ ട്രാഫിക് ബ്ലോക്കായി. പെട്ടെന്നാണ് പോലീസ് കമ്മീഷണർ വരുന്നത്. ഇത് എടുത്തു മാറ്റുക, എന്താ പ്രശ്നം, ഈ ജാഥ എന്താ ഇത് പ്രശ്നം? അപ്പം ഞങ്ങൾ പ്രതികരിക്കാൻ നമ്മൾ ചീമങ്ങൾ പറഞ്ഞു. എന്ത് പ്രതികരണം, ഇത് മാറിയേ പറ്റൂ, മുഖ്യമന്ത്രിയാണ്, ചീഫ് മിനിസ്റ്ററാണ് വന്നേക്കുന്നത്, മാറ്റുക എന്ന് പറഞ്ഞു. ഒടിപ്പിൻ്റെ നിർബന്ധത്തിന് മാറ്റി തുറന്നു നോക്കിയപ്പോഴാണ് സംഭവം ഇത്. അപ്പോൾ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരുന്നു, ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. അതൊരു അപ്പോൾ സഖാവിനാണ് നന്ദി പറയേണ്ടത്. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ ചോദിച്ചത് സാമ്രാട്ടൊരു സൗണ്ട് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും? അല്ല, ഞാൻ ചോദിക്കുന്നതാണെന്നല്ല, ഞാനത് സോറി കേട്ടോ, പ്രേക്ഷകരോട് ഞാൻ വെളിപ്പെടുത്തുകയാണ്. പറഞ്ഞോട്ടെ ശരിക്കും സൗണ്ട് ഇതല്ല, സൗണ്ട് ഇങ്ങനല്ല. ക്യാമറ കാണുമ്പോൾ മാത്രമേ അതല്ല പുറത്തിറങ്ങും. അതായത് ഞങ്ങൾ ഇതാണോ സൗണ്ട്? ഒരു മനുഷ്യന് എത്ര നേരം ഇങ്ങനെ മാജിക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാൻ പറ്റും? ഡയലോഗ് പറഞ്ഞ് കേട്ടെ എന്ന് പറയുന്നില്ലേ? അത് ഒരു മനുഷ്യന്, ഞാനൊക്കെ 2 മിനിറ്റ് ഇമിറ്റേറ്റീവ് തന്നെ എൻ്റെ തൊണ്ടയിലെ ശബ്ദം ഇടറി ചുമയായി പിന്നൊക്കെ ഉണ്ടാവും, നമ്മൾ വളരെ സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ഇത്രയും കാലം, വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല, 10 വയസ്സുണ്ടാവും, എന്നാലും ഇത്രയും കാലം എങ്ങനെ ഈ സൗണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു? അപ്പോൾ അതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനും അനീഷ് കുര്യനും കൂടെ USA വെച്ചിട്ട് ഞങ്ങൾ ഈ കട്ടിലിൻ്റെ അടിയിൽ ഒതുങ്ങിയിരുന്നിട്ട്, ഇവരുടെ കട്ടിലടി ഒതുങ്ങിയിരുന്നിട്ട് ഞങ്ങളൊരു വേലേൽപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞു പുറത്ത് 4 മുട്ടണം അല്ലെങ്കിൽ ബെല്ലടിക്കണം എന്ന് ഞങ്ങൾ ഏൽപ്പിച്ചു. അപ്പോൾ ഞാൻ പുറത്തും അവനകത്തും ഇരിക്കണം. അപ്പം അകത്ത് സൗണ്ട് ഇതേ അല്ല. അതല്ല സത്യം, സംഭവം അതല്ലേ? ആ ഒറിജിനൽ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ചുമ്മാ അറിഞ്ഞാട്ടോ, അതൊക്കെ ഈ ജനിച്ചപ്പോഴും ഇങ്ങനത്തെ ശബ്ദമായിട്ട് ഇറങ്ങിയേ. മാജിക് അവതരണത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ചിലരുണ്ട്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നൊരു പെണ്ണിനെ 2ആയിട്ട് മുറിക്കാൻ പോവാണ് എന്ന് പറയുന്നവരുണ്ട്. ഒരിക്കലും അതിൻ്റെ സസ്പെൻസ് അല്ലെങ്കിൽ ലാസ്റ്റിൽ എൻഡ് ആദ്യം പറയാൻ പറ്റില്ല. കാര്യം ഇത് എങ്ങോട്ടാ പോകുന്ന അറിയാൻ പറ്റില്ല. പരാജയപ്പെടുകയില്ല. അതേ പണ്ട് ഇന്ത്യ റോക്കറ്റ് വിട്ട പോലെ എത്തിയാലെത്തി,
ഇപ്പം പക്ഷേ കൃത്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ റോക്കറ്റ് വിടുന്നു, ഇത് ചന്ദ്രനിലേക്കാണോ ചൊവ്വയിലേക്കാണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. അവിടെ എത്തിയാൽ ദേ സാധനം ചൊവ്വയിലെത്തി കേട്ടോ എന്ന് പറയുന്ന പോലെ. ഇത് കൂടുതലും നമ്മുടെ ആക്ടിലുള്ള ഒരു ഭാഗമുണ്ട്, അഭിനയം. എവിടെ അതൊക്കെ ചെയ്ത് അത് ഒരു വിജയത്തിൻ്റെ ഭാഗമാണ്. അത് ചെയ്താൽ മാത്രമേ അഭിനയമാണ്. ഇതിനൊരു അഭിനയം മാത്രമല്ല, ഇതിൻ്റെ ഈ സ്പീഡ് കാര്യങ്ങളെല്ലാം നോക്കണം. ശ്രദ്ധ മാറ്റണം. അത് അഭിനയത്തിലൂടെ നമ്മൾ മാറ്റണം. അതിന് എപ്പോൾ നമുക്ക് പറ്റുന്ന അതൊക്കെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. അതൊക്കെ ചെയ്യണം. തീർച്ചയായിട്ടും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താങ്കൾ നല്ലൊരു ചിത്രകാരനാണ്. ഞാൻ കണ്ടു. ആണോ? അവിടെ വെച്ച് ഒഴിവുകിട്ടുന്ന സമയത്തെല്ലാം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു നാട്ടിൽ ചെറുപ്പത്തിൽ താങ്കളൊരു ഇത് പഠിക്കാനൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത്. അതിനെപ്പറ്റി 2 വാക്കെന്ന് പറഞ്ഞിട്ട്. അത് ജനങ്ങൾക്ക് അധികം അറിയാത്തൊരു കാര്യമാണത്. ഞാൻ ബേസിക് നമുക്ക് ജന്മനാ കിട്ടിയെന്ന് പറയാനുള്ളത് ഡ്രോയിങ് തന്നെയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തത് ഡ്രോയിങ്ങിലാണ്. ഡ്രോയിങ്, പെയിൻറ്റിങ്, ക്ലേ മോഡലിങ്, കാർട്ടൂൺ, ഇതെല്ലാം അതിന് ഏറ്റവും കൂടുതൽ പ്രൈസ് എനിക്കായിരുന്നു. ഒരുമാതിരിപ്പെട്ട സംസ്ഥാന സ്കൂൾ ജില്ലാ മത്സരം സ്റ്റേറ്റിനൊക്കെ ഒരുപാട് മത്സരിച്ചിട്ടുണ്ട്. ഒത്തിരി കോമ്പറ്റീഷൻ മത്സരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് അവിടെ AP ആർട്ട് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കറുകച്ചാലൊരു സ്ഥാപനമുണ്ട്, ഡ്രോയിങ് വിദ്യാലയം. അവിടെയാണ് ഞാൻ പഠിച്ചത്. ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് മിമിക്രി എന്ന് പറയുന്ന അസുഖം പിടിപെട്ടത്. സാർ ഭാഗ്യം പിടിപെട്ടെന്ന് ഡോക്ടർ എനിക്ക് ആ സമയത്താണ് മിമിക്രി എന്ന് പറഞ്ഞ അസുഖം പിടിപെട്ടത്. പിന്നെ ആ പിടിപെട്ട അസുഖം ഇതുവരെ പോയിട്ടില്ല. എന്നാലും പക്ഷേ ആ വരയ്ക്കാൻ അറിയാവുന്നതിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടി. ഇപ്പോൾ സാമ്രാട്ടനൊക്കെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ കുറേ പേര് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരാളുടെ ഫേസ് കണ്ടാൽ എനിക്കറിയാൻ പറ്റും ഈ മുഖം വെച്ചിട്ട് ആരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് മിമിക്രി കലാകാരന്മാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ ഫേസ് വെച്ചിട്ട് നിനക്ക് ഇന്നാളച്ചിയാണ്. അത് നമുക്ക് വരയ്ക്കാൻ അറിയാവുന്നതിൻ്റെ ഒരു ഗുണമാണ്. അതെന്നെ മിമിക്രി വിഷ്വലൈസ് ചെയ്യാൻ അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കിതൊക്കെ ഉള്ളൂ. ഇത് പിന്നെ ഇതൊക്കെ ആസ്വദിക്കാനുള്ള വലിയ കഴിവാണ്. ഞാൻ ഓർത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നസീറിൻ്റെ ഒരു പലത് താങ്കൾ ചെയ്യാത്ത കാര്യങ്ങളില്ല, എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിരിച്ചിരിച്ച് എപ്പോഴും ഓർത്തിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി അനുകരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാധാരണ അനുകരിക്കുന്നത്, അതായത് പലരും അനുവദിക്കുന്നത് അതല്ല. അദ്ദേഹം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ആ വെപ്രാളവും ഇതെല്ലാം താങ്കൾ ഒന്ന് കാണിച്ചോളൂ ശ്രോത. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. യെസ്, ഞാനത് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊരു നല്ല അപ്പിയറൻസ് ആണ്. അപ്പോൾ മാർത്താണ്ഡെന്ന് പറഞ്ഞ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡയറക്റ്റ് ചെയ്തത്. അയാൾ ആദ്യത്തെ പടമാണ്. അപ്പം മമ്മൂക്കയുടെ കൂടെ ഒരു ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സംഭവം പെട്ടെന്ന് കിട്ടിയ രസകരമായ സാധനം എടുത്തത്. അതായത് ഉമ്മൻചാണ്ടി സാറിനോട് ചോദിക്കുന്നു, സാർ സിനിമയെ കാണാൻ പോകാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അധികം സിനിമകൾ കാണാനായിട്ട് അവസരങ്ങൾ കിട്ടാറില്ല. എന്നിരുന്നാൽ തന്നെയും ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന് പറയുന്ന സിനിമ കാണാനായിട്ട് ഞാൻ എറണാകുളത്ത് പോയി. എന്നിട്ട് കണ്ടോ? കാണാൻ പറ്റിയില്ല. അതെന്താ ഭയങ്കര തിരക്കായിരുന്നു? അല്ലല്ല, അവിടെ ചെന്നപ്പോൾ ആ തിയേറ്ററിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓടിപ്പോക്കളഞ്ഞു. സരിത തിയേറ്റർ. ഒന്ന് ആലോചിക്കേണ്ടത് മാജിക് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വിസ്മയം എന്നുള്ളൊരു മീനിങ് മാത്രമേ ഉള്ളൂ. വിസ്മയം. അതായത് നമ്മളൊരു 5 പേര് കൂടി നിൽക്കുന്നു. അവിടെ ഈ 5 പേരിൽ ഒരാൾ ഒരു രസത്തിന് ഒരു കല്ലെടുക്കുന്നു, ഇങ്ങനെ ഒന്ന് കാണിച്ചു അപ്പുറത്തേക്ക്. അപ്പോഴത്തേക്ക് മറ്റ് 4 പേരും ഈ ഒരു വിസ്മയം, അതിനെ മാജിക് എന്ന് പറയാം. ഇത് അന്ന് പോലെ ഉണ്ട്. അതാണ് മാജിക്. എനിക്കൊരു മാജിക് കാണിച്ചു തരണം. ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്തുകൊണ്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഞാൻ ഇത് എവിടം വരെ പോകുന്നു? അല്ല, സിമ്പിൾ. ഞാൻ റീസെൻ്റായിട്ട് ഒന്ന് പരീക്ഷണം നടത്തിയ ഒരു ഐറ്റമാണിത്. ഓക്കെ, ഇനി 2 റിങ്ങുകളുണ്ട്, നോക്കുക. ഓക്കെ, കേൾക്കാമല്ലോ സൗണ്ട്. സ്റ്റീൽ റിങ്ങാണ് ഇത്. ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കാണും ഇത് മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശകാരനോ. നിരന്തര പരിശ്രമ ഫലമായി വർഷങ്ങളോളമുള്ള നേടിയെടുത്ത പരിശ്രമ ഫലമായി നമ്മൾ നേടിയൊരു സിദ്ധിയാണിത്. കാരണം നമ്മുടെ ബോഡിയിലൂടെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ശക്തി എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പുച്ഛം തോന്നുന്നതായിരിക്കും ഇല്ലേ? ഇല്ലില്ല, ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുക. മുഖത്ത് നോക്കിയാൽ ഇതിൻ്റെ പിടിവിട്ട് പോകണ്ടേ? ഇല്ല, നോക്കുക. അതിനുള്ള ഇങ്ങനെ വാചോടിച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഇതോട് ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. എന്നിട്ട് പതുക്കെ ഇങ്ങനെ വിടുന്നേക്ക്. പതുക്കെ എൻ്റെ കയ്യെല്ലാം തൊട്ടേ. യെസ്, നോക്കി, കണ്ടില്ലേ? അതൊന്ന് എടുത്ത് നോക്കി. അടുത്താടെ
ഒന്ന് നോക്കി, ഒന്ന് അതുപോലെ ചെയ്യാൻ ശ്രമിച്ചു നോക്കി. ഇല്ല, നമ്മളെന്തിനാ അറിയാത്ത പണി കാണിച്ചിട്ട്. അല്ല നോക്ക്, അങ്ങനെ ഒന്ന് എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ നോക്കി, നോക്ക്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അറ്റ്ലീസ്റ്റ്. ഈ ഓരോരുത്തർക്ക് ഓരോന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടേ, ഓരോരുത്തർക്ക് ഓരോ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിന് അതുകൊണ്ടാണ് ഒരു കല ഞാൻ ഇല്ലെന്ന് പറഞ്ഞല്ലേ. ലോകം അറിയുന്ന, ഞാനിത് പഠിച്ചാണല്ലോ. ഞാൻ എൻ്റെ മിമിക്രിയും ഈ മാജിക്കും കൂടെ വെച്ചിട്ട് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കിയെടുക്കൂടെ. എന്താണ് എന്നെ വാശി പിടിപ്പിക്കില്ലേ? പറഞ്ഞു, എന്താ പേരെന്താ? അല്ല, മിമിക്രി മാജിക് കൂടെ വെച്ചിട്ട് ഞാൻ പല സ്റ്റാർസ് വന്ന് മാജിക് കാണിക്കും. പണ്ട് നമ്മള് ഒരിടത്ത് വെച്ച് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? പണ്ട് നമ്മൾ ഒരെണ്ണം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? മാജിക്കും മിമിക്രിയുടെ ഞാൻ മനസ്സിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. എങ്ങനെയാണെന്നറിയാം, മാജിക്കും എൻ്റേത്, മാജിക്കും താങ്കളുടെ മിമിക്രിയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു പുതിയൊരു ഐറ്റം, പേര് മറ്റൊന്നുമല്ല, മാക്രി. അത് കൊള്ളാം. എന്നിട്ട് പുറത്തിറങ്ങുന്ന ആൾക്കാർ അതാണ് മാക്രികൾ വന്നു. ജോക്കിങ്. അല്ലാതെ സാധ്യത ഒത്തിരി ഉണ്ട്, നമുക്ക് ചിന്തിച്ചുകൂടായില്ല. നമുക്ക് നോക്കാം, എന്താ? അതെ, ഈ മാജിക്ക് ഞാൻ അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ സാധാരണ എൻ്റെ ഇലൂഷൻ ഷോ ആണല്ലോ, 3 മണിക്കൂർ ഷോയാണ് ഞാൻ സ്റ്റേജ് ചെയ്യുന്നത്. എത്ര? 3 മണിക്കൂർ. ഈ 3 മണിക്കൂറിൽ എപ്പോഴെങ്കിലുമൊക്കെ 1-2 അബദ്ധങ്ങൾ വന്നുകൂടായില്ല, വരും. ആണല്ലേ? യെസ്, എല്ലാ ദിവസവും അബദ്ധം വരും. പക്ഷേ ഈ അബദ്ധം മറ്റുള്ളവർ മനസ്സിലാക്കാതെ അത് അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ വീണത് വിദ്യയാക്കുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് ഒരു മജിഷ്യൻ്റെ കഴിവ്. അത് എങ്ങനെ ഉണ്ടാകുന്നു? അതിപ്പം പെട്ടെന്ന് മാജിക്ക് പഠിച്ചത് കൊണ്ടൊന്നും ആവില്ല. ഫ്രം അവർ എക്സ്പീരിയൻസ് വിൽ ഗെറ്റ്. ഞാൻ ഒരു സംഭവം ചോദിച്ചോട്ടെ. ഞാൻ ജനിച്ചെന്ന് മുതൽ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഉള്ള സമയം അവരൊക്കെ ഡെയിലി കണ്ടുപിടിക്കുന്നത് ഈ ഷേപ്പിലാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്. അച്യുതാനന്ദ സഖാവിനെ നമ്മൾ കാണുമ്പോൾ ആ ജുബയും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലും എപ്പോഴും ഉണ്ട്. ഉമ്മൻചാണ്ടി സാറിനെ കാണുമ്പോഴാണ് മുടി. അതൊക്കെ നമുക്കങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാര്യം എന്നെ കാണുമ്പോൾ ഞാൻ പല ഡ്രസ്സിലും വരുന്ന ആളാണ്. സാമ്രാട്ടിന് ഈ തൊപ്പിയും ഈ കോട്ടും ഈ ഷർട്ടും ഈ പാൻറ്റും ഒക്കെ ഇട്ട് തന്നെ എപ്പോഴും കാണുന്നത്. അവിടെ ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴും ഇതേ കോമ്പിനേഷൻ തന്നെയാണോ? അത് മുണ്ടൊക്കെ മടക്കി കുത്തി അവിടെ നിൽക്കാറെന്ന് ചോദിച്ചാൽ ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. എപ്പോഴും ഞാൻ അങ്ങനെ പോകാറില്ല, ഇങ്ങനെ തന്നെ കാണുള്ളൂ. ആരെങ്കിലും എൻ്റെ ആയിട്ടുള്ള ഡ്രസ്സിലൊക്കെ ആയിരിക്കും വീട്ടിലിരിക്കുന്നത്, പക്ഷേ ആരെങ്കിലും അറിയാതെ കാണും വന്ന് നോക്കി ചെയ്തിട്ട് കയറി പോയെങ്കിൽ റിയൽ കളർ വെളി വരും, അത് വേറെ കാര്യം. പക്ഷെ അതുകൊണ്ടാകുന്നതും ഞാൻ ആയിരിക്കത്തില്ല ഡോറ് തുറക്കുന്നതേ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രോഗ്രാമും കിട്ടത്തില്ല ഒരു പക്ഷേ. ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അയ്യോ സംഭവം സത്യം തുറന്ന് പറയല്ലേ, ഇതെല്ലാം ഒരു ഇത്. പക്ഷെ മജിഷ്യൻ അത് വേണം, അതല്ലേ? ഇപ്പം പലരും ചോദിക്കുന്നത് എന്താ ഇങ്ങനെ അങ്ങനെയുണ്ട്. പല മജിഷ്യൻസ് പറയുന്നുണ്ട്. പല മജിഷ്യൻസ് ഇതിനുള്ള പണ്ടൊക്കെ വാഴക്കുന്നമ്പുരുടെ കാലം അല്ല അതിന് മുമ്പുള്ള ഏത് മജിഷ്യൻ്റെ കാലം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ കോസ്റ്റ്യൂമിനൊരു പ്രത്യേകതയുണ്ട്. ഒരു രാജാപ്പാട്ട് പോലെ സ്റ്റൈല്. ഇപ്പം വന്ന് എല്ലാവരും എന്തോ ജീൻസ് പാൻസ് ഇട്ടുകൊണ്ട് പിള്ളേരോട് നൃത്തം ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു. ഇതെല്ലാം ഇതിനെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതായി മാറിയെന്നുണ്ടാകും. കാരണം ആർക്കും പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ആർക്കും മാജിക് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നില്ല. പക്ഷേ നമ്മൾ അവരെ കാണിക്കുകയാണ്. മജിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്കിൻ്റെ ഒരു മാജിഷ്യൻ്റെ റോൾ നമ്മൾ ആക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് ശരിക്കും പറഞ്ഞാൽ. അതിനിത് ഞാൻ കയ്യിൽ കൊടുത്തുകൊണ്ട് എനിക്ക് ഈ ഐറ്റം ഒക്കെ കാണിക്കാൻ പറ്റും, പക്ഷേ ഞാൻ ഒരിക്കലും ഈ കലയെ നശിപ്പിച്ച് കളയത്തില്ല. എൻ്റെ നിഘണ്ടുവിൽ ഞാൻ അങ്ങനെ ഞങ്ങൾ ചോദിക്കാൻ കാരണം അറിയാം. ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ നാട്ടിലൊക്കെ നടക്കുമ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നോട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പാൻറ്റൊക്കെ ഷർട്ടൊക്കെ ഊരിയിട്ട് നമ്മൾ നേരെ ഒരു മുണ്ടൊക്കെ മടക്കി കുത്തി ചന്തയിൽ പോവുക, ഇഷ്ടമുള്ള മീൻ മേടിക്കുക, ഇറച്ചി മേടിക്കുക, പച്ചക്കറികൾ മേടിക്കുക. കാര്യം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് അവിടെ. എന്നെ അറിയാത്ത ആൾക്കാർ അവിടെ ഇല്ല. ചെറുപ്പകാലത്ത് എന്നെ എടുത്തുകൊണ്ട് നടന്ന ഒരുപാട് പേരുണ്ട് അവിടെ. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അത്ര നാടുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് ഞാൻ പ്രോഗ്രാം ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മളിതെല്ലാം ഇട്ട് ഈ പറഞ്ഞ പോലെ ഫുൾ ഇറങ്ങും. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നാട്ടിൽ വ്യത്യാസമുണ്ട്. അതും കാരണം മാജിക്കിന് വേറൊരു തലത്തിലേക്ക് അതിൻ്റെ പോക്ക്. കാരണം എല്ലാവരും വിചാരിക്കുന്ന മജിഷ്യൻസ് സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ ഒരാളാണ്, നമുക്ക് ഏതോ വലിയ ശക്തിയുണ്ടോ എന്നൊരു തോന്നലുണ്ട്. അതിപ്പം നമ്മൾ അവരിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് പവറുണ്ടെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ താങ്കളുടെ മക്കളെ തന്നെ സാമ്രാജ്യ ഷോ കാണിക്കാനിരിക്കുന്നു. അപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നു, ഇപ്പോൾ സാമ്രാജ്യൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, റെഡി 1 2 3 എന്ന് പറയുമ്പോൾ കർട്ടൻ പതുക്കെ അങ്ങോട്ട് ഉയർന്നു കഴിയുമ്പോൾ ഞാനൊരു കൈലിയൊക്കെ കൊടുത്ത് ഒരു ബെന്നിനൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നിന്നിട്ട് ഹലോ നമസ്കാരം
നമസ്കാരം എന്ന് പറഞ്ഞാൽ അതല്ല. അല്ല ഇപ്പം ഞാനൊക്കെ കയ്യിലെടുത്തിലാണ് കോട്ടയം നസീർ എന്ന് പറഞ്ഞിട്ട് ആ വരുന്നതെന്ന് പറയുമ്പോൾ മ്യൂസിക് ഇട്ട് ഞാൻ ലുങ്കി മടക്കി കുത്തി ബനിയനിട്ട് തലയിൽ കെട്ടും കെട്ടിയാണ് വരുന്നത്. അങ്ങനൊന്നുമല്ല, ഞാൻ വരുന്നത് ഭയങ്കര സ്റ്റൈലിൽ ബ്ലാസ്റ്റ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതല്ല. ഈ ടൗണിൽ ചന്തയിൽ പോകുമ്പോഴൊക്കെ എൻ്റെ ചോദ്യം അതാണ് ഇപ്പോഴും. അതായത് നാട്ടിൽ നമ്മുടെ വീട് വിട്ട് പുറത്തിറക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവിടെ നമ്മുടെ ഒരു മുക്കാവല അവിടെയൊക്കെ പോയി നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇടാ എന്നാ സുഖമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് ജോലി അടിക്കില്ല. ആ സമയത്ത് ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് എന്നാ വിശേഷം ആണോ പറയട്ടെ, അങ്ങനെയാണോ നിൽക്കുന്നത്? എപ്പോഴെങ്കിലും മനുഷ്യനാവുന്നുണ്ടോന്ന് എന്റെ ചോദ്യം. കൂടെ കാലെ ചവിട്ടുന്ന ഒരു പരിപാടി ആയിരുന്നു കേട്ടോ. അതല്ല ഞാൻ ചോദിച്ചത്, നമ്മൾ എപ്പോഴെങ്കിലും പച്ച മനുഷ്യനാവണ്ടേ? മിമിക്രി, സിനിമ, എന്താ പറയാ, സിനിമ അല്ലെങ്കിൽ ഡാൻസർ ആയാലും മജീഷ്യനായാലും എല്ലാവരും നമ്മൾ പെർഫോം ചെയ്യും മാത്രമല്ല നമ്മൾ പെർഫോമർ ആവും. അത് കഴിഞ്ഞാൽ നമ്മൾ സാധാ മനുഷ്യന്മാർ. അതിനോട് ഞാൻ കറക്റ്റ് ഉത്തരവിതേ ഉള്ളൂ. മറ്റേത് കലാരൂപം പോലല്ല മാജിക് എന്ന് പറഞ്ഞാൽ വി ഹാവ് സം സൂപ്പർ നാച്ചുറൽ പവർ. ഇതിൻ്റെ രഹസ്യം എൻ്റെ പുറത്തുണ്ട്. സോ നമുക്ക് പവറുണ്ട്, നമ്മൾ കാണിച്ചു കൊടുക്കുക. എപ്പോൾ അത് പവറുണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഈസ് ഗോയിങ് ടു ബി മോർ എഫക്റ്റീവ്. അതാണ്. അല്ലാതെ സാധാരണ രീതിയിൽ പറഞ്ഞാലും മാജിക് ചെയ്യാൻ പറ്റും, പക്ഷേ ഇറ്റ്സ് ഗോയിങ് ടു ബി മോർ എഫക്റ്റീവ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല. എവരിഡേ എല്ലാ ദിവസവും ഞങ്ങൾക്ക് അബദ്ധം പറ്റുന്നുണ്ട്, പക്ഷെ അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുകയാണ് നമ്മുടെ വിജയം. അത് എക്സ്പീരിയൻസ് കിട്ടുന്നൊരു വലിയൊരു കഴിവാണത്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പം മാജിക്ക് ചെയ്യുമ്പോൾ അബദ്ധം പറ്റിയാൽ മജീഷ്യനെ അറിയുള്ളൂ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ തന്നെ അറിയാണ്ട് വിടും. ഞങ്ങളുടെ അബദ്ധങ്ങൾ നടക്കുന്ന എല്ലാം സൈഡ് ചെയ്യുന്ന കാണാൻ പറ്റും. അല്ലെങ്കിൽ ചിരിച്ചിട്ടൊക്കെ പുറകിൽ നിന്നാണ് ഇതിൻ്റെ ഫുൾ അബദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അബദ്ധങ്ങൾ ഫ്രണ്ടിൽ ഉണ്ടാവും. അതൊക്കെ എനിക്ക് ആ സ്റ്റേജിനേക്കാളും അബദ്ധം തോന്നിയത്, അബദ്ധം എന്നല്ല എന്ന് പറയേണ്ടത്, പണ്ട് ഞാനും കോട്ടയം വില്യംസ് ഞങ്ങൾ കുറേ വർഷം മുമ്പ്, ഒത്തിരി വർഷം മുമ്പ് ഞാൻ തുടങ്ങിയ സമയത്ത്, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് മിമിക്രി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വരിക. പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് അന്ന് ഒരു 10-11 മണിയൊക്കെ ആയി വന്ന് ബസ് കിട്ടാണ്ടൊക്കെ സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കിന് ഒരു പോലീസ് ജീപ്പ് വന്ന് നിർത്തി വരാൻ പറഞ്ഞു വിളിച്ചു. എടപ്പാടെന്ന് വെച്ചു. സാർ ഞാൻ ഇങ്ങനെ ഈ മിമിക്രിയാണ്. അപ്പോൾ വില്യംസ് വിളിച്ചു, നീ എന്ത് വേഷമാണ് ചെയ്യുന്നത്? അപ്പം പറഞ്ഞു, ഞാനും ഫീമെയിൽ വേഷമാണ്. ഓർക്കണം, ഒരു സാരി, പാവാട, ബ്ലൗസ്, പിന്നെ വേറെ ഒന്ന് രണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞൊരു കത്തി കിട്ടി. മൊത്തം സംശയം. നീ എന്നാണ് ചെയ്യുന്നത് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ കൊച്ചിൻ കനീഫാണ് ചെയ്യുന്നത് എന്നോ. ഞാൻ പറഞ്ഞു, ഒന്ന് ചെയ്യടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. ആ സാധനം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തു. അപ്പോൾ അതിനോട് ചോദിച്ചു, നീ ഏതായിട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, നന്നായിട്ട് മാളെ കാണിക്കും. അപ്പോൾ മാളെ കാണിച്ചു കറക്റ്റ്. അപ്പം നീ വേറെ ആളെ ചെയ്യുന്നത് എൻ്റെ അടുത്ത്? അപ്പോൾ അവൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ജനാർദ്ദൻ എന്ന്. അപ്പോൾ ഞാൻ ജനാർദ്ദനെ തുടങ്ങിയിട്ട് പോകില്ല സമയത്ത്. അപ്പോൾ ഞാൻ ഞെട്ടി, ഈ ജനാർദ്ദൻ എവിടെ നിന്ന്? അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് കിട്ടിയ സമയത്ത് പെട്ടെന്ന് ഓർത്തിട്ട് മാന്നാർമത്തേലോ ഡയലോഗ് ഉണ്ടായിരുന്നു. ഓ നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ എന്ന് പറഞ്ഞതും ഈ എസ് ഐയുടെ മുഖം അങ്ങോട്ട് ചുമന്ന് വലിഞ്ഞ് മുറിയിക്കുന്നു. കൂടെ നിന്ന് കോൺസ്റ്റബിൾമാരല്ല ഭയങ്കര ചിരി. അപ്പം ഞാൻ എന്ത് പറ്റി ഉറപ്പായി നോക്കിയപ്പോൾ ഇയാളുടെ പേര് എസ് ഐ പൊന്നപ്പൻ. അന്ന് രാത്രി അവിടെ നിന്ന് ബാക്കിയുള്ള മിമിക്രി, അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് അടുത്ത ടീം വേറൊരു പോലീസുകാരെ, അങ്ങനെ നേരം വെളുക്കുന്നവരെ മാറി മാറി പോലീസുകാർക്ക് മിമിക്രിയോട് മിമിക്രി എന്ന് പറഞ്ഞു. ഇതേപോലെ ഏതാണ് ഈ നമ്മുടെ ചങ്ങനാശ്ശേരി പുതുർപ്പള്ളിയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് അന്യൻ സിനിമ ഇറങ്ങി കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ ഞാനന്ന് അന്യനായിട്ട് ഒരു മുടിയൊക്കെ വെച്ചിട്ട് അറിയാൻ കണ്ടിട്ടില്ല. അന്ന് ഞാനൊരു പേഷ്യൻ്റായിട്ട് വരും. എന്നിട്ട് പല നടന്മാരെ ഇങ്ങനെ അവതരിപ്പിച്ച് അവസാനം ഈ ഡോക്ടർ തല്ലുമ്പോൾ ഞാനിങ്ങനെ പോയി വീണിട്ട് തിരിഞ്ഞു വരും. ഇങ്ങനെ ആ തിരിഞ്ഞു വരുമ്പോൾ തന്നെ മുടി ഇങ്ങനെ വീണ് പിന്നെ ഡോക്ടർ ഇതെല്ലാം എന്നാ അത് അങ്ങനെ ഒന്ന് ചെയ്യുന്നത് ഭയങ്കര കൈഡിയ സമയത്ത്. അപ്പോൾ ഇത്രയും സ്റ്റാറിനെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിഗ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്, മീശയൊക്കെ എടുത്തിരിക്കാൻ വേണ്ടി. ഭയങ്കര കൈഡി, ഭയങ്കര ജനം എല്ലാം ചെയ്തിട്ട് അപ്പോൾ ഞാൻ ആ മുടി പറ്റ സാധനം ചെയ്ത് കഴിഞ്ഞാൽ അനീഫ്കാടെ ഫേസായി പോകും. നല്ല പഠിച്ചിരിക്കുക. അതിൻ്റെ മേളിലാണ് ഈ വിഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതടിച്ചു തിരിഞ്ഞതും ക്ലിപ്പ് വെച്ചില്ല, ഈ വിഗ് പറഞ്ഞിട്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. കുറേ നേരം തിരിയാൻ വയ്യ നിൽക്കുക. ഡോക്ടറായിട്ട് നിൽക്കുന്ന മംഗളം പ്രസാദ് ചിരിയോട് ചിരി, നസീർ സംക്രാന്തി ഓടിക്കളഞ്ഞു, അലക്സ് എല്ലാം ഓടി, എല്ലാവരും കൂട്ടച്ചിരി. ഞാൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആൾക്കാർ നേരെ സ്റ്റക്കായിട്ട് ആൾക്കാർക്കൊന്നും പിടുത്തം കിട്ടിയില്ല കേട്ടോ. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അവർ നോക്കിയപ്പോൾ ഇയാൾ എന്തിനാ മുടി വെച്ചെന്ന് മനസ്സിലാവില്ല. പിന്നെ അവിടെ വന്നിട്ട് ഈ ഷേപ്പിൽ
എന്നാടാ ഈ ശരിക്കും നമ്മളല്ലേ ഇപ്പം നമ്മൾ സ്റ്റേജിൽ നിന്ന് മാജിക് കാണിക്കുന്ന നോക്കേ അത് നമുക്കതിന് ഒരു നിശ്ചിത ദൂരമുണ്ട്, അതിനൊരു മറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ തൊട്ടടുത്ത് നമ്മൾ കാണിക്കില്ലേ, മറ്റേ എന്താണ് ഇവിടെ എന്താണ് മാങ്ങാപ്പഴം കുഴിച്ചിട്ട് സ്ട്രീറ്റ് മജീഷ്യൻസ്. അത് എന്താണ് സംഭവം? ഒരു മാജിക് ഒരു അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു പെൺകുട്ടിയെ അത് വീഡിയോ ഇതൊന്നാണ്, ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു കസേരയിലാണ് ഇതിലിങ്ങനെ കിടത്തിയിട്ട് ഒരു തുണിയിട്ട് മൂടി രണ്ടായിട്ട് കഴിഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ ഇത്രയും ഭാഗം അവിടെ എഴുന്നേറ്റ് വലിക്കും, ഇത്രയും എഴുന്നേറ്റിരിക്കും. എന്നിട്ട് മറ്റേ കൈ വെച്ചിട്ട് ഓടുന്നൊരു വിഷയമല്ല, അത് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. അപ്പോൾ ഇത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് മാജിക്കിന് പല രീതിയിലുള്ള മാജിക്കലുണ്ട്. സ്ട്രീറ്റ് മാജിക് ഉണ്ട്, അതാണ് മുമ്പേ പറഞ്ഞ മാംഗോ ട്രീ പ്രൊഡക്ഷൻ, മറ്റേ ഇതുപോലെ പിന്നെ എന്തുവാ ഇന്ത്യൻ റോപ്പ് ട്രിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇതൊരു ഭയങ്കര സംഭവമാണ്. ചുറ്റും ആൾക്കാർ നിൽക്കുമ്പോഴാണിത്. അതൊരു പ്രത്യേക ശൈലിയാണ്, അത് ഞങ്ങൾക്കറിയില്ല. നമുക്കത് നമ്മൾ ആ ലെവലിലേക്കല്ല നമ്മൾ ചിന്തിക്കുന്നത്. അത് ഒരു സ്റ്റൈല്. അവർക്ക് ആർക്കും ഞങ്ങൾ ചെയ്യുന്ന ഈ ഇല്യൂഷൻ ഷോയിൽ പറ്റുന്നില്ല. ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലാണ്. അതാ ചോദിച്ചത്. പിന്നെ അടുത്ത വേറെ റിസ്ക് ശരിക്കും അതെ, ഓരോന്നിനും ഓരോ റിസ്ക്കാണ്. ഇപ്പം ഞങ്ങളുടെ സ്റ്റൈലിലെ റിസ്ക് അവർക്കുണ്ടോ? ഇല്ല. പക്ഷെ പലത് പല സ്റ്റൈലിയാണ്. ആരാണ് നല്ലത്, ആരാണ് വിദഗ്ധരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ശൈലിയാണ്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു, ആയിരങ്ങളെ സാക്ഷരത ചെയ്യുന്നു. വേറെ ചിലരുണ്ട് 100-150 പേര്, അത് കഞ്ചൂരിങ് ആക്റ്റായിട്ട് വരും. മറ്റു ചിലരുണ്ട് ഹോട്ടലിൽ ടേബിൾ ഹോപ്പിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അത് സ്ട്രീറ്റ് മാജിക് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓരോരുത്തർക്കും 4 ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. കുറേ സേഫ്റ്റി പിന്നെ വിഴുങ്ങി, പിന്നെ എന്താണ് സേഫ്റ്റി പിന്നൊക്കെ പിഴുങ്ങിയിട്ട് പിന്നെ ഒരു നൂല് വിഴുങ്ങി, കുറേ നൂലുകൾ വിഴുങ്ങി, അത് കഴിഞ്ഞ് പിന്നെ വലിച്ചെടുക്കുന്നത് എല്ലാം ക്ലോസപ്പ് ആകാം. അത് സ്ട്രീറ്റ് മാജിക് ആകരുത്. എല്ലാം വ്യത്യാസങ്ങളുള്ള കഴിവ്. ഇപ്പോൾ ഇതിൽ പക്ഷേ ഏറ്റവും എനിക്കിഷ്ടപ്പെടുന്ന ഒരു ശൈലിയാണ് സ്ട്രീറ്റ് മാജിക്കിൻ്റെ ഇത് സംബന്ധിച്ച്. കാരണം ചുറ്റും ആൾക്കാരുള്ളത് അതിൽ നമ്മൾ അന്തം വിട്ടുപോകും. ഞാൻ ഈ ലൊക്കേഷനിൽ എന്താ ചേട്ടൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അതായത് ഈ പാമ്പൊക്കെ ആയിട്ട് വരുന്ന ഒരാളാണ് ഷംസുക. ഒറ്റപ്പാലത്ത് വരുമ്പോൾ ഷംസുക വരും, കൂടുതൽ കുറേ പാമ്പൊക്കെ ആയിട്ട്. അതൊരു മാങ്ങാണ്ടിയിട്ട് അത് പെട്ടെന്ന് 2 ഇലയായി അത് കിളുത്ത് ഓരോ പ്രാവശ്യം ഇത് മൂടി വരുമ്പം ഇത്രയും പൊക്കമുള്ള ഒരു മാങ്ങ മാങ്ങയായിട്ട് അത് നമ്മൾ അല്ല. ഞാൻ ചോദിച്ചിട്ട് എല്ലാവർക്കും ഈ രഹസ്യം, പലരും പറയുന്നൊരു കാര്യമുണ്ട്, രഹസ്യം കിട്ടി കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാം. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഇന്ന് കേരളത്തിൽ അങ്ങനെയുള്ള മാംഗോ ട്രീ ചെയ്യുന്ന വിരലിലുണ്ടാകുന്ന ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. രഹസ്യം വെരി സിമ്പിളാണ്, അവർക്കാണ് പഠിപ്പിക്കുക. പക്ഷേ ഇവരാരും ആകാൻ പോകുന്നില്ല. രഹസ്യം പറഞ്ഞാലും ഇത് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്. അത് പ്രത്യേക ശൈലി അവർക്ക് പറ്റുള്ളത്. അല്ല, രഹസ്യം പഠിച്ചുകൊണ്ടൊന്നും ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ കോട്ടയം നസീറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഇത്രമാത്രം ശ്രമിക്കുന്നുണ്ട്, കുറേയൊക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് വീട്ടിൽ മാത്രം ഒതുങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അത് നല്ലത്, പുറത്തേക്ക് ഇറക്കാതിരിക്കാൻ നല്ലത്. നമ്മൾ എന്തിനാ വെറുതെ ആ ചേച്ചിക്ക് മക്കൾക്ക് സഹിച്ചല്ലേ പറ്റുള്ളൂ. കാരണം ഇത്രയും വർഷമായി ഇപ്പോഴെങ്ങനെ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞാൽ അവരെങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ സഹിക്കുന്നത് നല്ലത്. എനിക്ക് പാവത്തിന് അറിയാവുന്നതുകൊണ്ടാണ്. പിന്നെ അടുത്തിടത്ത് ഒരു ചോദ്യം. ഈ പല വിദഗ്ധരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെയും ഈ സ്റ്റേജ് പെർഫോമേഴ്സ് പറയും, എൻ്റെ ജീവിതം അല്ലെ അന്ത്യം സംഭവിക്കുന്നത് സ്റ്റേജ് വെച്ചായാലും ആയിക്കോട്ടെ, അതാണ് എനിക്ക് എൻ്റെ ജീവിതം ധന്യമായെന്ന് കാണുന്നത്. അങ്ങനെ വല്ല സ്റ്റേജ് വെച്ച് മരിക്കണമെന്നല്ല ആഗ്രഹം. ഞാൻ ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എല്ലാം ജോലിയാണ്. മിമിക്രി ആണെങ്കിലും വണ്ടി ഓടിക്കുന്നതാണെങ്കിലും ഒക്കെ ജോലിയാണ്. തെങ്ങേറ്റക്കാരൻ തെങ്ങിനെ മുകളിലിരുന്ന് മരിക്കണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിക്കുമോ? പക്ഷേ ഈ സ്റ്റേജ് പെർഫോമൻസ് പലപ്പോഴും ഇത് പറയുന്നുണ്ട്. അതല്ല, അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? അങ്ങനെ ഇതല്ല, ഒന്നും കാര്യമില്ല. പക്ഷേ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു ഞാൻ ഉത്തരവുണ്ട്. വേറെ ആളെ കൊണ്ടുവരുമോ? എനിക്ക് ആഗ്രഹം സ്റ്റേജ് വെച്ച് ആവാം, പ്രശ്നമൊന്നുമില്ല, വിരോധമൊന്നുമില്ല. സ്റ്റേജ് വെച്ച് മരിച്ചാൽ സന്തോഷം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. കാരണം ഈ പെട്ടെന്ന് അങ്ങ് ജീവൻ എടുക്കരുത്. കാരണം പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇന്ന് വന്ന് കുറച്ചെടുത്തു. അങ്ങനല്ല, 2 മാസം കഴിഞ്ഞ് ഒരു പെൺകുട്ടിയെ 2ആയിട്ട് കീറി മുറിച്ച് മാറ്റുന്നു. ഓക്കെ, വലിയ വട്ടവാൾ വെച്ച് 2ആയിട്ട് ടേബിളിൽ വെച്ച് മുറിച്ച് 2ആയിട്ട് മാറ്റി വെച്ചിട്ട് സ്റ്റൈലിൽ നടക്കും. ഇല്ല, ഭീമിന്റെ വ്യൂ നടക്കുന്ന പോലെയൊക്കെ നടക്കും. അല്ല, 2ആയിട്ട് മുറിച്ച് വെച്ചേക്കുമല്ലേ. അങ്ങനെ നടന്ന് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്നേരമാണ് എൻ്റെ മരണം സംഭവിക്കുന്നെങ്കിൽ പിന്നെ ആര് ഇതിനെ കൂട്ടിച്ചേർക്കുക? നമ്മുടെ അസിസ്റ്റൻസ് അല്ലേ ഇത്, ലേഡി അസിസ്റ്റന്റ്. ഇതിനെ എങ്ങനെ വീട്ടിൽ കൊണ്ടെത്തിക്കും? 2 പീസായിട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? അതുകൊണ്ട് അത് യോജിപ്പിച്ചതിന് ശേഷം ഓക്കെ, പിന്നെ മരിച്ചാൽ കുഴപ്പമില്ല.